ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർമെലൺ ജ്യൂസാണ് കേട്ടോ. മൊഹബത്ത് കാ സർബത്ത് എന്നൊക്കെ പറയില്ലേ, അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഒരു വാട്ടർമെലൻ്റെയും പകുതി, ഞാൻ ഫുൾ എടുത്തിട്ടില്ല, പകുതി വാട്ടർമെലൺ എടുത്തിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിൽ മാക്സിമം കുരു കളഞ്ഞ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അഥവാ നിങ്ങൾക്ക് കുരു കളയാൻ മടിയൊക്കെ ആണെങ്കിൽ പറ്റുന്നത്രയും കളയുക, അല്ലെങ്കിൽ അടിച്ച് കഴിഞ്ഞിട്ട് ഫുള്ള് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചങ്ങ് എടുക്കാം കേട്ടോ. അതിൽ നല്ലത് പറ്റുന്നത്ര കുരു കളയാം, എല്ലാം കളയണമെന്നില്ല, പറ്റുന്നത്രയും കളയാം, അത് മതിയാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്ന ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ പീസുകളിൽ നിന്ന് ഫുൾ ഇടരുത്, ഒരു 1/4 ഭാഗം ഈ ജാറിലേക്ക് ഇടുക. ബാക്കി കുറച്ച് പീസുകൾ മാറ്റി വയ്ക്കുക കേട്ടോ. ഞാൻ അത് 1/4 ഭാഗം ഇട്ടതിന് ശേഷം ഇത്രയും കുറച്ച് പീസുകൾ ബാക്കി അതിലേക്ക് ഇടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്തത് അതിലേക്ക് പഞ്ചസാര ഇടുക. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ആദ്യം ഒരു 4-5 സ്പൂൺ ഇടുക, പിന്നെ ഫുൾ അടിച്ചതിന് ശേഷം മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇടാം, അത് മതി കേട്ടോ. കാരണം ഞാൻ ഇച്ചിരി മധുരം ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് അങ്ങോട്ട് ഇടുക. അത് കഴിഞ്ഞിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക, ഒരു 2-3 ടേബിൾ സ്പൂൺ, അത് മതിയാവും കേട്ടോ. കൂടിപ്പോയാലും മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് കൂടി നിൽക്കും, അത് പാടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം ഒരു ഏലക്കയുടെ കുരു ഇടുക, തോടിടരുത്, കുരു മാത്രം ഒരു ഏലക്കയുടെ ഇട്ടാൽ മതി, ജസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തായിട്ട് ഒഴിക്കുന്നത് പാലാണ്. ഒരു പാക്കറ്റിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതിയാവും. പിന്നീട് ബാക്കിയുള്ളതൊക്കെ ആ വാട്ടർമെലൻ്റെ വെള്ളം തന്നെ ഇറങ്ങിയിട്ട് നന്നായിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. ഇനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, നല്ലതായിട്ട് അടിക്കുക. നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസ് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസുകളിലേക്ക് ഒഴിക്കാം. പിന്നെ ഈ ജ്യൂസ് ഒഴിക്കുന്നതിന് മുന്നേ ആ പീസുകൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ഇച്ചിരി വെള്ളവും കൂടി ഇറങ്ങും. പിന്നെ ആ വലിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരിയും കൂടി കുഞ്ഞു കുഞ്ഞു പീസുകളായി കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ആ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിക്കുന്നൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റായിട്ടങ്ങ് ഒഴിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് ഉണ്ടല്ലോ, അതും കൂടി കിട്ടും. മറ്റേ അരിക്കുമ്പോഴത്തേനും കുറച്ചും കൂടി എല്ലാ തരിയെല്ലാം അതിലേക്ക് പോവില്ലേ. അപ്പോൾ ഡയറക്റ്റായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് മധുരമൊക്കെ നോക്കുക. മധുരം കുറവാണെങ്കിൽ പഞ്ചസാര പൊടി ചേർക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സമയം എടുക്കും മിക്സ് ആവാനായിട്ട്. അല്ലെങ്കിൽ പൊടിയോ ചേർത്തിട്ട് ആവശ്യത്തിന് എത്രയാണ് നിങ്ങൾക്ക് മധുരം അതനുസരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇപ്പം ഇത്തിരി കൂടി നല്ല കട്ടിക്കല്ലേ ഇരിക്കുന്നത്, നമുക്ക് ഇനി ആവശ്യത്തിന് ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട്, നമ്മളൊരു പാക്കറ്റ് ഇച്ചിരിയിലേ എടുത്തിട്ടുള്ളൂ, ബാക്കി പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ആവശ്യത്തിനുള്ള എന്താണ് ലൂസ് ആവേണ്ടത് അതിനനുസരിച്ചിട്ട് പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മധുരം വേണമെങ്കിൽ വീണ്ടും ചേർക്കുക. മധുരം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേർക്കാമല്ലോ, മധുരം ആവശ്യത്തിന് ചേർക്കുക. ഞാൻ വാങ്ങിയ തണ്ണിമത്തന് ഇച്ചിരി കളർ കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിന് ഇച്ചിരി ഒരു ലൈറ്റ് റോസ് കളർ, അല്ലെങ്കിൽ ഇച്ചിരിയും കൂടി പിങ്കിഷ് ആയിട്ട് ഇരുന്നേനെ. ഇതും കാണാൻ നല്ല ഭംഗിയാണ്, നല്ലൊരു കളറാട്ടോ ലൈറ്റ് റോസ്. ഈ ക്യാമറയിൽ ഇത്രയും കിട്ടുന്നില്ല, നേരിട്ട് ഇച്ചിരി കൂടി നല്ല രസമാണ് അതിൻ്റെ കളർ കാണാനായിട്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നും, നല്ലൊരു കളറാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമാണ്, റൂഹ് അഫ്സ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇതിനൊരു അറിയാവുന്നവർക്ക് അറിയാം, ഒരു റോസ് മിൽക്കിൻ്റെയൊക്കെ ടേസ്റ്റാണ്. നമുക്കൊരു ചന്ദനത്തിരി മണം പോലെയൊക്കെ തോന്നും. എനിക്കിഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ ഒരു ഇച്ചിരി ചേർക്കാവുള്ളൂ, ഒരുപാട് ചേർത്താലും പിന്നെ ഭയങ്കര അതിൻ്റെ ടേസ്റ്റ് ആയിപ്പോവും. ഒരു ഇച്ചിരി ചേർത്താൽ മതിയോ, അപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലും ഒരു ടേസ്റ്റും എല്ലാം അതിലേക്ക് ഇറങ്ങും ആ ജ്യൂസിലേക്ക്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇച്ചിരി ആ ജ്യൂസിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ, ഒരു സ്പൂണിൻ്റെ ഒരു ഇച്ചിരി, അത് മതിയാവും കേട്ടോ. അത് തന്നെ അതിൻ്റെ മണവും ടേസ്റ്റും ഒക്കെ നന്നായിട്ട് കിട്ടും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ഒരാളിന് ഇഷ്ടമാണ് ഇതിൻ്റെ ഫ്ലേവർ, ഒരാളിന് ഇഷ്ടമല്ലെങ്കിൽ ആ ഇഷ്ടമുള്ള ആളിന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അതിലേക്ക് ഒരു ശകലം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇഷ്ടമില്ലാത്ത ആളിന് അല്ലാണ്ട് വാട്ടർമെലൺ ജ്യൂസായിട്ട് കുടിക്കുന്ന ബാക്കിയുള്ള തൊട്ട് മുന്നുള്ള സ്റ്റെപ്പ് വരെ ചെയ്താലും നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. നല്ലൊരു റിഫ്രഷിങ് ടേസ്റ്റാണ്. നമ്മൾ വാട്ടർമെലൺ വെറുതെ കഴിക്കുന്നതിനേക്കാളും സൂപ്പറാണ് ഈ ഒരു ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴത്തേനും. നമുക്ക് നല്ലൊരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലാ വീടുകളിലും കാണും വാട്ടർമെലൺ, ചൂട് സമയമുണ്ട് എല്ലാ വീട്ടിലും കാണും. അപ്പോൾ ഇങ്ങനെയൊന്ന് വെറുതെ കഴിക്കുന്നതിനേക്കാൾ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ.